ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് സൺഡേ ആയോണ്ട് ഞങ്ങൾ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെക്കാം, ഒരു ഹാഫ് നാരങ്ങ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊരു പാത്രത്തിലോട്ട് മുഴുവൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി കുറച്ച് തക്കാളി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇടാം. നമ്മൾ നേരത്തെ ഒരു ലെമൺ പിഴിഞ്ഞ് വെച്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഗരം മസാല ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി അതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞങ്ങൾ നേരത്തെ കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇപ്പം മിക്സ് ചെയ്ത് എല്ലാം കൂടി നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് ചിക്കൻ അവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കഴുകി വെച്ച് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് വന്നിട്ട് വെന്ത് വരുമ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ച ചിക്കൻ്റെ മേളിലോട്ട് ഈ റൈസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ കുറച്ച് മല്ലിയില ഇതിന്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് നമുക്ക് അത് ഇതിന്റെ മേലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയുടെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേളില് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി, ഒരു 2 സ്പൂൺ നെയ്യും കൂടി അതിന്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചിട്ട് അതിന്റെ മേലിൽ മൈദ കുഴച്ചത് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ മേലിൽ കുറച്ച് കനലിടാം. ഇപ്പൊ ഞങ്ങൾ ഇത് പൊട്ടിക്കുവാണ്. ഇത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.